അപ്പോൾ ഈ ഹിന്ദു ഐക്യവേദി എന്ന പേര് പറയുന്ന പോലെ ഹിന്ദുക്കളുടെ ഇടയിൽ ഐക്യമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? കാരണം ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പണ്ട് മുതലേ ഈ ഹിന്ദുവിൽ ഒരുപാട് കാസ്റ്റ് സിസ്റ്റം നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഒരു ഐക്യം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ ഈ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്? ഹിന്ദു ഐക്യവേദിയുടെ കഴിഞ്ഞ 22 വർഷത്തെ പ്രവർത്തന ഫലമായിട്ട് കേരളത്തിൽ വലിയൊരു സാമൂഹിക മാറ്റം ഉണ്ടാക്കാൻ ഹിന്ദു ഐക്യയുടെ പ്രവർത്തനം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കേരളം രൂപം കൊണ്ടതിന് ശേഷം വന്ന സർക്കാരുകളെല്ലാം, അതിൽ വിശിഷ്യ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ, ഈ ജാതീയമായ ചിന്തകൾ അടിച്ചേൽപ്പിക്കുന്ന തരത്തിൽ, ജാതീയമായ ചിന്തകൾ വളർത്തുന്ന തരത്തിൽ പ്രവർത്തിക്കുകയും അവരെ അത്തരം ചിന്തകളിലേക്ക് കൊണ്ടുപോകാനുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇന്നും അവർ അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കേരളത്തിലെ പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ ജനവിഭാഗങ്ങളെ അധികാരത്തിൽ വന്ന് അവർക്ക് ഭൂമികൾ നൽകിക്കൊണ്ട് കേവലം കോളനിവൽക്കരിക്കപ്പെട്ട ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടുത്തെ ഏറ്റവും അധസ്ഥിതരായിട്ടുള്ള പട്ടികജാതി പട്ടികവർഗത്തിൽ വിഭാഗപ്പെട്ട ആളുകളെ 4 സെന്റിലും 3 സെന്റിലും അടങ്ങുന്ന കോളനികളിലേക്ക് അവരെ മാറ്റിക്കൊണ്ട് അവരെ കോളനിവൽക്കരിക്കപ്പെട്ടു. അതിനുശേഷം അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങൾ നൽകുകയോ അത്തരം അവരെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിലെ ഭരണഘടനയിൽ പറഞ്ഞ അവരുടെ സംവരണം ശരിയായ രീതിയിൽ നടപ്പിലാക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നും അത്തരം ആളുകൾ അവശത അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നു. അവരെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രവർത്തനം ഇവിടെ കേരളത്തിൽ വിശേഷ ഒരു രാഷ്ട്രീയ പാർട്ടികളും അതിന് പരിശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത.